ഹലോ ഗായ്സ്, പുതിയതിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു വണ്ടിങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് നമ്മളെ മൈലാഞ്ചിൻ്റെ ബസ്സാണ്. അപ്പോൾ നമ്മൾ ഈ ബസ് കുറേ ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഈ വണ്ടിങ്ങളിലൊക്കെ കാലൊക്കെ ജസ്റ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നേ. ഓക്കെ, കുറേ ചീത്തയും കാലിലൊക്കെ കേട്ടു. പിന്നെ ഫൈൻ അടക്കാനും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫൈനും കാലിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കറും മൊത്തം അയച്ചതിൻ്റെ ശേഷം ആ വണ്ടിൻ്റെ പേരൊന്നും ഒഴിവാക്കണം. എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പേര് ഇടേണ്ടി വരും. ഇനി മൈലാഞ്ചി എന്നാണ് വണ്ടീൻ്റെ പേര് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് എനിക്കറിയാം, പക്ഷെ അത് നിങ്ങളോടിപ്പോൾ പറയണില്ല. അതൊരു സർപ്രൈസാണ്. ഈ സ്റ്റിക്കർ മൊത്തത്തിൽ അയക്കാൻ പറഞ്ഞേ. പിന്നെ ഉള്ളിലത്തെ ക്യാബിന് അങ്ങനെ മൊത്തം അയച്ച് കുറേ നന്നാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ അടുത്തുള്ള ഷെഡ് കണ്ട കൊണ്ടുപോകണേ. എന്തായാലും വണ്ടി ഉള്ളിൽ കയറാം. നമുക്ക് ഈ ഡോറൊന്ന് തുറന്നിട്ട് കാണിച്ചു തരട്ടാ. ഇതിന് ഉൾഭാഗം. ഓക്കെ, ഇതാണ് നമ്മളെ വണ്ടിയുടെ ഉൾഭാഗമൊക്കെ വരുന്നത്. മൊത്തത്തിൽ നമ്മളോട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഇതിൽ വെക്കേണ്ട പറഞ്ഞിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ പോയിട്ട് അയച്ചണം. പിന്നെ വേറൊരു സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സെഡോണ് എന്തായാലും ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് പോവുകയാണ്. എന്തായാലും നമുക്ക് ഈ സെഡോണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. സെഡോണും മാറ്റിയിട്ട് നമുക്ക് സെഡ് ആക്കണം ഗൈസ്. ZS-TR. ഓക്കെ, ZS-TR ഉണ്ടോ? ഓക്കെ, ഈ വണ്ടി BS6 ആണ്. ക്യാബിനിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളെ ഷെഡിൻ്റെ എടുക്കല്ല, വർക്ക്ഷോപ്പൊക്കെ ഒന്ന് പോവാം. ഓക്കെ, ഇവിടെ മഴ പെയ്യാനാണ് തോന്നുന്നത്. കാർമേക്കൊക്കെ കൂടിക്കുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി നേരെ നമുക്ക് ആ ഷെഡ് കൊണ്ടുപോവാം. അപ്പം അതിന് മുമ്പിലേറെ വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി. ഓക്കെ, ഏതാ ഈ വണ്ടി ഞാൻ മൊത്തത്തിലേ പോകാൻ പോവാണേ. ഇനി കുറച്ച് നെയിം ബോർഡും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെക്കണ്ട്. ഓക്കെ, നേരെ ചുട്ടുകൊണ്ടേക്കിട്ടിടും. അവിടെ മോനെ. ഏതാ നമ്മളെ വണ്ടീൻ്റെ ലുക്കൊക്കെ. ഈ ലുക്കൊക്കെ ഇപ്പോൾ പോകും, നോക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇനി നേരെ ഉണ്ട് പോകുന്നുണ്ടോ? അയ്യോടാ. ഓക്കെ, ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചേര് നോക്കി നോക്കാം ഗൈസ്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അയച്ചു വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ മറ്റേ ഫൂഷൻ്റെ ഗ്രില്ലും പിന്നെ ടോപ്പ് ലൈറ്റും അയച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇതാ നെയിം ബോർഡും അയച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളോട് അയാൾ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വണ്ടി ഞാളെ കൂടെ നിർത്തിയിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ്. 2 ദിവസമല്ല, 1 മാസം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളെങ്ങനെയൊക്കെ പറഞ്ഞത് വേഗം ഫാസ്റ്റിലാക്കി തരാറുണ്ട്. കുറേ പണിക്കാരും വെച്ചിട്ടാക്കി തരാറുണ്ട്. 2 ദിവസമൊക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി 2 ദിവസം എന്തായാലും ആവുന്നുണ്ട്. ഇയാൾ എന്തായാലും ഇവിടെ നിർത്തിയത് സ്റ്റോപ്പ് ഉണ്ടെന്നുണ്ട്. എല്ലാം നമ്മളടിച്ചിട്ടൊന്നുമല്ല, അതെന്തായാലും നിർത്താനും പോകുന്നില്ല. ഓക്കെ, നമുക്കെന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. 2 ദിവസം കണ്ട് പണിഞ്ഞു തരാൻ പറഞ്ഞിട്ട് 3-ാമത്തെ ദിവസമാണ് ഇവിടെ നമ്മൾ. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് പോയി നോക്കാം. അപ്പം അതിന് മുമ്പിലാരും വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടീൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കി നോക്കാം പോയിട്ട്. 3, 2, 1 ഗോ ഗൈസ്. എടാ മോനെ, ഏതാ ലുക്ക് സീനട്ടാ. ക്യാബിൻ മാറിയ ഒരു ഡെവിലിൻ്റെ ലുക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ ZS-TR ആയിട്ടുണ്ട് കേട്ടോ വണ്ടി. ഫ്രണ്ട് ഭാഗം മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ അടിയിൽ ലിപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണ് 45 dBO ഇൻസൈഡ്. വണ്ടീൻ്റെ ക്യാബിൻ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. വണ്ടീൻ്റെ ക്യാബിന് ഒരു ഡെവിൽ ലുക്ക്. എടാ മോനെ, സീന്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെ വണ്ടിൻ്റെ പേര് കണ്ട ലെജൻഡ് ഹോളിഡേയ്സ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഏട്ടാ മോനെ, വണ്ടിന്റെ സീറ്റിന്റെ ബാഗിൽ പ്രകാശനം കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സെൻട്രാ. ഫ്രണ്ടിലൊരു മോണിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലേസർ ഉണ്ട്. ഇവിടെ എന്തൊരു ക്യാപ്റ്റൻ അമേരിക്കന്റെ സോറി അയൺമാന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. മോനെ, നമുക്ക് നല്ല വണ്ടി എടുക്കാം. ഡോറ് കൂട്ടാം. സീന്. പിന്നെ ക്യാബ്
പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ക്യാബിനിൽ. ഫ്രണ്ടിൽ ഒരു മാല തൂക്കിയിട്ടുണ്ട്, പിന്നെ സ്റ്റിയറിംഗ് കവർ മാറ്റിയിട്ടുണ്ട്.